നമസ്കാരം. കാലത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകുന്നില്ല. സത്യമായിട്ടും ഭയങ്കര വിഷമമുണ്ട്. ന്യൂ പെൻസിൽവാനിയയിൽ നിന്നാണ് വിഷമിപ്പിക്കുന്ന ഈ വാർത്ത പുറത്തു വരുന്നത്. പെറ്റമ്മ തന്റെ മക്കളെ ഒരു പ്ലാസ്റ്റിക് കയറിന്റെ ഇരുഭാഗത്തുമായി തൂക്കിക്കൊന്ന ശേഷം പോലീസിനെ വിളിച്ച് സംഭവം അറിയിച്ചിരിക്കുകയാണ്. 8 വയസ്സുള്ള മകനെയും 4 വയസ്സുള്ള മകളെയുമാണ് ഇത്തരത്തിൽ ക്രൂരമായി കൊന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2 മക്കളെയും ഒരു പ്ലാസ്റ്റിക് കയറിന്റെ 2 ഭാഗത്തായി കെട്ടിത്തൂക്കി കൊന്ന ആ മാതാവിന്റെ പേര് ലിസ സിൻഡ്രെ എന്നാണ്. അവർക്ക് 36 വയസ്സാണ്. ഇവരെ പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. കോന്നറി ബിൻലി എന്നാണ് കൊല്ലപ്പെട്ട ഈ മക്കളുടെ പേരുകൾ. ലിസ സിൻഡ്രെ എന്ന ഈ സ്ത്രീ കുട്ടികളെ കൊല്ലുന്നതിന് മുമ്പ് കൃത്യമായി കുട്ടികളെ എങ്ങനെ കൊല്ലാം, അല്ലെങ്കിൽ കെട്ടിത്തൂക്കി കൊല്ലുന്നതും കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് കൊല്ലുന്നതും തമ്മിലുള്ള വ്യത്യാസവും മറ്റും കൃത്യമായി ഇന്റർനെറ്റിൽ നോക്കി പരിശോധിച്ചുവെന്ന് പോലീസ് പറയുന്നു. എന്തിനാണ് ഈ മാതാവ് കുട്ടികളെ ഇത്തരത്തിൽ കൊല്ലാനുണ്ടായ സാഹചര്യമെന്ന് പോലീസ് പറഞ്ഞിട്ടില്ല. പെൻസിൽവാനിയ ആൽബനി ടൗൺഷിപ്പിൽ സെപ്റ്റംബർ 23-നാണ് മക്കൾ തൂങ്ങി നിൽക്കുന്നുവെന്ന് മാതാവ് പോലീസിനെ വിളിച്ച് അറിയിച്ചത്. പോലീസ് എത്തി കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇരുവരും മരിക്കുകയായിരുന്നു. 8 വയസ്സുള്ള മകൻ സ്കൂളിൽ മറ്റു കുട്ടികൾ കളിക്കുന്നതിൽ നിരാശരായിരുന്നുവെന്നും സഹോദരി 4 വയസ്സുകാരിയും സഹോദരനോട് അനുകമ്പ പ്രകടിപ്പിച്ചിരുന്നെന്നും മാതാവ് പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതാണ് 2 പേരുടെ മരണത്തിന് കാരണമെന്നും ഇവർ അറിയിച്ചു. എന്നാൽ ഓഫീസ് ഇത് രണ്ടും കൊലപാതകങ്ങളാണെന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മാതാവിനെ അറസ്റ്റ് ചെയ്തത്. 8 വയസ്സുകാരൻ കളിക്കുന്നതിനിടയിൽ വലിയ നിരാശയുണ്ടായിരുന്നു എന്ന വാദം സ്കൂൾ അധികൃതർ നിഷേധിക്കുകയും ചെയ്തു. സംഭവം നടന്ന ദിവസം സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി കുട്ടി സന്തോഷവാനായാണ് വീട്ടിലേക്ക് എത്തിയതെന്നും ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നും ഇവർ പറഞ്ഞു. മക്കൾ മരിക്കുന്നതിന് മുമ്പ് താൻ വിഷാദത്തിലാണെന്നും കിടക്കയിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ലെന്നും ലിസ ഒരു സാക്ഷിയോട് പറഞ്ഞതായും പോലീസ് പറയുന്നു. തന്റെ മക്കളെക്കുറിച്ച് ഇനി ശ്രദ്ധിക്കില്ല എന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയതായും ഒരു സാക്ഷി തന്നെ വെളിപ്പെടുത്തുന്നു. മക്കളുടെ മരണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇവരുടെ ജിമെയിൽ അക്കൗണ്ട് വഴി നിരവധി തവണ ഓൺലൈനായി കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു. മാത്രമല്ല, കാറിലെ കാർബൺ മോണോക്സൈഡ് എത്ര നേരം കൊണ്ട് ഒരാളെ കൊല്ലും, എത്ര നേരം കൊണ്ട് കുട്ടികളെ കൊല്ലും തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായി തന്നെ ഇവർ പരിശോധിച്ചിരുന്നു. മാത്രമല്ല, തൂക്കിലേറ്റാനുള്ള വിവിധ മാർഗങ്ങളും തൂങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് മരിക്കും തുടങ്ങിയ കാര്യങ്ങളും ഇവർ ഗൂഗിളിൽ നിന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. വളരെ വൈകാരികമായാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തത്. കേസ് അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം വൈകാരികമല്ലാതെ ഇത്തരം കേസുകൾ അന്വേഷിക്കാൻ കഴിയില്ല എന്ന് ജില്ലാ അറ്റോർണറി പറയുകയും ചെയ്തു. നിരപരാധിയായ ഒരു കുട്ടിയെ ദുരുപയോഗം ചെയ്യുകയോ മരിക്കുകയോ ചെയ്യുന്ന കേസുകളിൽ പോലീസുകാർക്ക് ആർക്കെങ്കിലും അന്വേഷിക്കാനോ വിചാരണ ചെയ്യുന്ന സമയത്തോ ഇത്തരത്തിൽ വൈകാരികമായല്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇത്തരത്തിൽ ഒരു അമ്മയ്ക്ക് എങ്ങനെ സ്വന്തം കുട്ടികളെ തൂക്കിക്കൊല്ലാനാകുമെന്ന വലിയ ചർച്ചയിലാണ് ഇപ്പോൾ ലോകമെങ്ങും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.